കേരളം നമ്പർ 1 ആണ് സുഹൃത്തുക്കളെ. നമ്പർ 1 ലോകോത്തര ആരോഗ്യരംഗം, വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കുന്ന മെഡിക്കൽ കോളേജുകൾ, അത്യാധുനിക സൗകര്യങ്ങളുള്ള സർക്കാർ ആശുപത്രികൾ. ഇങ്ങനെ നിയമസഭയിലും പൊതുവേദികളിലും നമ്മുടെ ഭരണാധികാരികൾ തൊണ്ട പൊട്ടി പറയുന്നത് നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടില്ലേ? കോടികൾ ചെലവിട്ട സർക്കാർ ആശുപത്രികളുടെ പരസ്യങ്ങൾ പത്രങ്ങളിലും ടിവിയിലും നിറയ്ക്കുമ്പോൾ നമ്മൾ കരുതി നമ്മുടെ നാട് അങ്ങോട്ട് വളരുകയാണെന്ന്. എന്നാൽ ഈ പറയുന്ന നേതാക്കന്മാർക്ക് സ്വന്തമായ ഒരു അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ശസ്ത്രക്രിയ വേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ നമ്പർ 1 സിസ്റ്റം എവിടെ പോകുന്നു എന്നതാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത്. ജനങ്ങളെ വിഡ്ഢികളാക്കി പൊതുജനാരോഗ്യ മേഖലയെക്കുറിച്ച് വീരവാദം മുഴക്കുന്നവരുടെ ഇരട്ടത്താപ്പും തനി നിറവുമാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരാവകാശ രേഖകളിലൂടെ പച്ചയായി വെളിച്ചത്തായിരിക്കുന്നത്. സാധാരണക്കാരൻ അല്പം നല്ല ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം പുരയിടം വിറ്റ് കടം വാങ്ങിയും നെട്ടോട്ടം ഓടുമ്പോൾ ജനപ്രതിനിധികൾക്ക് സുഖചികിത്സ നടത്താൻ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് കോടികളാണ് ഖജനാവിൽ നിന്ന് ഒഴുക്കിയത്. ഈ നാടകത്തിന്റെ പൊള്ളത്തരങ്ങളെ, ഇവിടുത്തെ യഥാർത്ഥ ചികിത്സാ സാഹചര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് നടന്ന ഈ വലിയ കൊള്ളയുടെയും സുഖചികിത്സയുടെയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ കാര്യം തന്നെ ആദ്യം എടുക്കാം. കേരളത്തിലെ ആരോഗ്യരംഗത്തെ അന്താരാഷ്ട്ര തലത്തിൽ ബ്രാൻഡ് ചെയ്യാൻ മുന്നിൽ നിന്ന അതേ ക്യാപ്റ്റൻ തന്നെയാണ് ചികിത്സയ്ക്കായി അമേരിക്കയിലെ പ്രശസ്തമായ മയോ ക്ലിനിക്കിലേക്ക് വിമാനം കയറിയത്. 3 തവണയായി അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സ തേടിയപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്ന്, അതായത് നിങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് എഴുതിയെടുത്തത് 88,18,250 രൂപയാണ്. ആകെ ചികിത്സാ ചെലവ് നോക്കിയാൽ അത് 93 ലക്ഷത്തിന് മുകളിലാണ് വരുന്നത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എല്ലാ സൗകര്യവും ഉണ്ടെന്ന് ക്യാപ്സ്യൂൾ ഇറക്കുന്നവർ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിക്ക് കോഴിക്കോട്ടോ തിരുവനന്തപുരത്തോ ഉള്ള സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നൽകാൻ തയ്യാറാകാതിരുന്നത് എന്ന ചോദ്യത്തിന് മാത്രം മറുപടി നൽകില്ല. പാവങ്ങളുടെ ആശുപത്രികൾ തങ്ങൾക്ക് ചേർന്നതല്ലെന്ന ആ ഒരു അഹങ്കാരം കൊണ്ടാണ് ഇവർ വിദേശത്തേക്ക് വണ്ടി കയറുന്നതെന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒക്കില്ല. എന്നാൽ ഇതിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. അന്ന് പിണറായി സർക്കാരിന്റെ ഇത്തരം ധൂർത്തുകൾക്കെതിരെ നിയമസഭയിലും പുറത്തും വാളോങ്ങി നിന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നിതാ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും ഈ പറയുന്ന ഖജനാവ് പണം എഴുതിയെടുക്കുന്നതിൽ ഒട്ടും പിന്നിലായിരുന്നില്ല. അദ്ദേഹം 6,45,786 രൂപയാണ് അദ്ദേഹം അന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും പാവപ്പെട്ടവന്റെ നികുതിപ്പണം സ്വന്തം സുഖത്തിനു വേണ്ടി മാറ്റിവെക്കുന്നതിൽ എല്ലാവരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. അന്ന് പ്രതിപക്ഷത്തിരുന്ന് ഖജനാവിൽ നിന്ന് പണം പറ്റി ചികിത്സിച്ച വ്യക്തി ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സാധാരണക്കാരന് എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ വിശ്വാസം വരിക? ഇനി അന്നത്തെ മന്ത്രിപ്പടയുടെ കണക്കുകൾ കൂടി നമുക്ക് നോക്കാം. മുൻ വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ചികിത്സാ ചെലവിനായി ഖജനാവിൽ നിന്ന് വാങ്ങിയത് നിസ്സാര തുകയല്ല, 48,69,772 രൂപയാണ്. ജനങ്ങളുടെ വീടുകളിലെ വൈദ്യുതി ചാർജ് കൂട്ടാൻ മടി കാണിക്കാത്തവർ സ്വന്തം ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ എഴുതിയെടുക്കാൻ ഒട്ടും മടിച്ചില്ല. അടുത്തത് മുൻ മന്ത്രി V ശിവൻകുട്ടിയാണ്. അദ്ദേഹം കൈപ്പറ്റിയത് 33,48,898 രൂപയാണ്. ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ നടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന R ബിന്ദുവും ഒട്ടും പിന്നിലല്ല. 10,03,598 രൂപയാണ് സ്വന്തം ചികിത്സയ്ക്കായി പൊതുപണത്തിൽ നിന്നും ഈടാക്കിയത്. കൂടാതെ ഇവരൊക്കെ തിരിഞ്ഞു നോക്കാത്ത, ഇവർക്ക് വിശ്വാസമില്ലാത്ത സർക്കാർ ആശുപത്രികളിലേക്കാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ ജീവൻ കയ്യിലെടുത്ത് കയറി ചെല്ലേണ്ടത്. ഇനി വമ്പൻ തുകകൾക്കിടയിൽ ഖജനാവിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും ചികിത്സയ്ക്കായി വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് വലിയ മാതൃക ചമയുന്ന ചിലരുണ്ട്. അതിൽ ഏറ്റവും വലിയ ഹൈപ്പ് കൊടുക്കുന്നത് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ്. വകുപ്പ് മന്ത്രി ആയിരുന്നിട്ടും അവർ ഖജനാവിൽ നിന്ന് പണം വാങ്ങിയില്ല എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഭക്തിയും ബഹുമാനവും ഒക്കെ തോന്നും. പക്ഷേ സുഹൃത്തുക്കളെ, അവിടെയാണ് വലിയൊരു തമാശ ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യ മേഖല ലോകോത്തരമാണെന്ന് രാപ്പകൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് തള്ളിമറിച്ച അതേ ആരോഗ്യമന്ത്രി തനിക്കൊരു അസുഖം വന്നപ്പോൾ ചികിത്സ തേടിയത് സ്വന്തം വകുപ്പിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലാണോ? അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താലൂക്ക് ആശുപത്രിയിലാണോ? അല്ലായിരിക്കും. ഖജനാവിൽ നിന്ന് പണം എടുത്തില്ല എന്ന മേക്കപ്പിന് പിന്നിൽ അവർ പോയതും പ്രശസ്തമായ കോർപ്പറേറ്റ് സ്വകാര്യ ആശുപത്രികളുടെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലേക്കായിരിക്കാം. ഇൻഷുറൻസ് വഴിയോ സ്വന്തം കയ്യിൽ നിന്നോ പണം കൊടുത്തു എന്നത് ശരി തന്നെ. പക്ഷേ പാവപ്പെട്ട രോഗികൾ ചികിത്സാ പിഴവുകൾ കാരണം മരിച്ചു വീഴുന്ന സർക്കാർ ആശുപത്രികളിൽ കയറി കിടക്കാൻ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് ഭരിച്ച മന്ത്രിക്ക് പോലും ധൈര്യമില്ല എന്നതാണ് യഥാർത്ഥ അവസ്ഥ.
വകുപ്പ് മന്ത്രിക്ക് തന്നെ വിശ്വാസമില്ലാത്ത ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് ഇവർ ജനങ്ങളോട് വന്ന് മേന് നടക്കുന്നത്. വീണ ജോർജിനൊപ്പം പി പ്രസാദ്, OR കേളു, KB ഗണേഷ് കുമാർ, P രാജീവ് എന്നിവരൊക്കെ ഈ ഫോട്ടോ ഫ്രെയിമിലുണ്ട്. പണം ഖജനാവിൽ നിന്ന് എടുത്താലും ഇല്ലെങ്കിലും ഇവർ ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ച് അവിടെ പോയി ഒരു സാധാരണക്കാരനെ പോലെ വരി നിൽക്കാൻ ഇവർക്ക് ആർക്കും പറ്റില്ല. തങ്ങൾ ഉണ്ടാക്കിയെടുത്ത സിസ്റ്റത്തിൽ ഇവർക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോടികൾ മുടക്കി ഇവിടെ ലോകോത്തര ആരോഗ്യമെന്ന പേരിൽ പരസ്യ പലകകൾ സ്ഥാപിച്ചത്? യഥാർത്ഥത്തിൽ ഇവിടുത്തെ അവസ്ഥ എന്താണ്? കേരളം ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയല്ലേ കടന്നു പോകുന്നത്? ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും അന്ത്യ സർക്കാർ പാടുപെടുകയായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ പലതും മുടങ്ങിക്കിടന്നു. സാധാരണക്കാരന്റെ മേൽ നികുതിയും ഇന്ധന സെസ്സും ഉൾപ്പെടെയുള്ള അധിക നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നു. ഇങ്ങനെ ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്ന നേതാക്കന്മാരുടെ മെഡിക്കൽ ബില്ലുകൾ. ഈ നേതാക്കന്മാർക്ക് തന്നെ നന്നായി അറിയാം ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന്. മികച്ച ഡോക്ടർമാർ ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് മരുന്നുകളോ അത്യാധുനിക പരിശോധന സംവിധാനങ്ങളോ ജീവനക്കാരോ ഇല്ലാതെ നമ്മുടെ പൊതുജനാരോഗ്യ മേഖല ശ്വാസം മുട്ടുകയല്ലേ? അതിലും ഭീകരമാണ് ദിവസേന എന്നോണം പുറത്തു വരുന്ന ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചതും കൈമാറി ശസ്ത്രക്രിയ നടത്തിയതും തെറ്റായ കുത്തിവയ്പ്പുകൾ തുടങ്ങിയതും അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇന്ന് നമുക്ക് മുൻപിലുണ്ട്. ഈ പിഴവുകളിലൊക്കെ സാധാരണക്കാർ ബലിയാടാകുമ്പോൾ അന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തി കൈകഴുകാൻ അധികാരികൾക്ക് മടിയില്ല. കാരണം പാവപ്പെട്ടവൻ മരിച്ചാൽ അത് വെറും ഒരു കണക്ക് മാത്രമാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് സ്വന്തം ജീവന്റെ കാര്യം വരുമ്പോൾ നേതാക്കന്മാർ ഇവിടുത്തെ സിസ്റ്റത്തെ അപ്പാടെ കൈയൊഴിയുന്നത്. ഇവിടുത്തെ ചികിത്സാ പിഴവുകളെ ഇവർക്കും പേടിയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയല്ലേ ഈ കൂട്ടത്തോടെയുള്ള വിദേശ പാച്ചിലുകൾ. ഇവിടെയാണ് രാഷ്ട്രീയക്കാരുടെ മറ്റൊരു വിരോധാഭാസം നിങ്ങൾ കാണേണ്ടത്. കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് നടന്ന ഈ വലിയ കൊള്ളയുടെയും സുഖചികിത്സയുടെയും വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എല്ലാ സൗകര്യമുണ്ടെന്ന് ക്യാപ്സ്യൂൾ ഇറക്കുന്നവർ തന്നെയാണ് ഇത്തരം വിദേശ ചികിത്സകൾക്കായിട്ട് പോകുന്നത്. സാധാരണക്കാരായ സർക്കാർ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും കൃത്യമായ പരിധിയുള്ള ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ മാത്രം വെച്ച് നീട്ടുന്ന ഭരണാധികാരികൾക്ക് സ്വന്തം കാര്യം വരുമ്പോൾ പരിധിയില്ലാതെ എത്ര കോടി വേണമെങ്കിലും ഖജനാവിൽ നിന്ന് അനുവദിക്കാമെന്ന ഈ നിയമം എവിടുത്തെ നീതിയാണ്? ജനപ്രതിനിധികൾക്ക് ഒരു ചെറിയ അസുഖം വരുമ്പോൾ പോലും സ്വകാര്യ ആശുപത്രികളുടെ ആഡംബര മുറികൾ വേണം. എന്നിട്ടാണ് ഇവർ പൊതുവേദിയിൽ വന്ന് കേരള മോഡൽ ആരോഗ്യ രംഗത്തെക്കുറിച്ച് വാചാലരാകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവർക്കൊക്കെ ഒട്ടും നാണമില്ലേ എന്നാണ് പൊതുസമൂഹം ചോദിച്ചു തുടങ്ങുന്നത്. സാധാരണക്കാരെ ഇങ്ങനെ നിരന്തരം പറ്റിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ജനങ്ങൾ കാലാകാലം വിവരങ്ങളൊന്നും അറിയാതെ കണ്ണും പൂട്ടിയിരുന്ന് തങ്ങൾ പറയുന്ന ക്യാപ്സ്യൂളുകളൊക്കെ വിഴുങ്ങിക്കോളുമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. വിവരങ്ങൾ പുറത്തു വരുമ്പോഴുള്ള ഇവരുടെ മുഖഭാവം കാണേണ്ടത് തന്നെയാണ്. സാധാരണക്കാരൻ ചോരനീരാക്കി ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഖജനാവ് നിറയ്ക്കുന്നത് ഈ ജനപ്രതിനിധികൾക്ക് അസുഖം വരുമ്പോൾ ലക്ഷങ്ങളും കോടികളും എഴുതിയെടുക്കാനല്ല എന്ന് ഇവർ എന്നാണ് മനസ്സിലാക്കുക. ഇത്തരമൊരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഭരണകൂടങ്ങൾക്ക് വലിയ പരാജയം തന്നെയാണ് സംഭവിച്ചത്. വികസന പദ്ധതികൾക്കും സാമൂഹ്യക്ഷേമ പെൻഷനുകൾക്കും പണമില്ലെന്ന് പറയുന്ന അതേ ഖജനാവിൽ നിന്ന് ജനപ്രതിനിധികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി പരിധിയില്ലാത്ത ഫണ്ട് അനുവദിക്കപ്പെടുന്നത് ഭരണപരമായ സുതാര്യതയില്ലായ്മയല്ലേ കാണിക്കുന്നത്? ഇത് കേവലം ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നിലവിലുള്ള സിസ്റ്റത്തിന്റെ തന്നെ പോരായ്മയാണ്. ഒരു സാധാരണക്കാരൻ തന്റെ വരുമാനത്തിൽ നിന്നും കൃത്യമായി നികുതി നൽകുമ്പോൾ അതിന് പകരമായി അവന് ലഭിക്കേണ്ട അടിസ്ഥാന സുരക്ഷയും ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.